ഇന്നലെ വൈകുന്നേരം കൊടയും വടിയൊക്കെ ഇട്ട് എങ്ങാട്ടാ പോണേന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണേ അല്ലേ? അതാ ഞാൻ പറഞ്ഞു വരുന്നത് ഗായ്സ്. ഇന്നലെ വൈകുന്നേരം, അതായത് ഒരു സന്ധ്യയൊക്കെ ആയി, തൃപ്പൂണിത്തുറയിലുള്ള ഡെൻ്റൽ ക്ലിനിക്കിലോട്ട് പോവാണ്. അതായത് മിനിഞ്ഞാന്ന് രാത്രിയിൽ, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് രാത്രിയിൽ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും യുവക്കുട്ടിയുടെ മോണ ചെറുതായിട്ടൊന്ന് ഒരു കൊമള പോലെ വന്ന്, ചെറുതായിട്ട് ഒരു പല്ല് കേടാണ്. ആ പല്ലിൻ്റെ അവിടെ തന്നെ ആയിട്ട് പഴുപ്പോട് കൂടി ഒരു കുഞ്ഞ് ബബിള് വന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് പിറ്റേ ദിവസം, അതായത് ഇന്നലെ വൈകുന്നേരമാണ് പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പോണത്, സന്ധ്യ ആയപ്പോഴത്തേക്കും. അപ്പോൾ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാലോ? അപ്പോൾ ഞങ്ങൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. ഇത് ഞങ്ങളുടെ റെയിൽവേ ആണ് കേട്ടോ. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വരുമ്പോഴത്തേക്കും റെയിൽവേ ഒക്കെ ഉണ്ട്. പിന്നെ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പാടമാണ് കേട്ടോ കാണാനായിട്ട് പറ്റണത്. ഇതൊരു ഗ്രാമമാണ്. അപ്പോൾ ഈ വഴി കൂടി ഇതിനു മുമ്പ് പോയിട്ടുണ്ടോ എന്ന് ഓർക്കണില്ല ഞാൻ. പക്ഷേ നല്ല ഭംഗിയാണ്. എപ്പോഴും ഇരുട്ടത്തു കൂടിയാണ് കേട്ടോ പോയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിൻ്റെ ഭംഗിയൊന്നും ആസ്വദിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങിയോണ്ട് ഇച്ചിരി ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. അപ്പുറം ഇപ്പുറമൊക്കെ പാടം, എവിടെ നോക്കിയാലും പാടം, നല്ലൊരു പച്ചപ്പാണ് എവിടെ നോക്കിയാലും. തെങ്ങിൻ തോപ്പ്, പിന്നെ കുഞ്ഞിക്കോളം, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ആർക്കൊക്കെ ഇഷ്ടമാണ് ഇങ്ങനെ ഗ്രാമത്തിലൊക്കെ വന്ന് താമസിക്കാൻ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ ഗ്രാമത്തിൽ വന്ന് താമസിക്കുന്ന പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെയാണ് കേട്ടോ വന്നിരിക്കണത്. എൻ്റെ വീട് ശരിക്കും പറഞ്ഞാൽ കലൂരാണ്. ഞാൻ അവിടെ നിന്ന് ഗ്രാമത്തിലോട്ട് വന്നേക്കാണ് കല്യാണം കഴിച്ച്. ഇപ്പോൾ ഗ്രാമം എന്നില്ല സിറ്റി എന്നില്ല, എല്ലായിടത്തും കുണ്ടും കുഴിയാണ്. അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കണ്ട, തല്ലു കൊടുത്തു പോകും. അങ്ങനെ ഞങ്ങൾ ആ കുണ്ടും കുഴിയിലൊക്കെ കൂടി ഇങ്ങനെ അങ്ങാടി ഇങ്ങാടൊക്കെ ചാഞ്ഞ് ഇങ്ങനെ പോവാണെന്ന് നോക്കിയപ്പോഴത്തേക്കും ഇതേ കൈകൊണ്ട് പറിക്കാൻ പാകത്തിന് തെങ്ങ് നമുക്ക് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. തെങ്ങ് നമുക്ക് കൈകൊണ്ട് പറിക്കാൻ തേങ്ങ ആയാൽ ആ ഉടമസ്ഥൻ്റെയൊക്കെ ഒരു ഭാഗ്യേ. എന്നിട്ട് ഇതാ നമ്മൾ ഏതോ ഒരു പാലത്തിൽ കൂടി ഇങ്ങനെ കയറുകയാണ്. നിങ്ങൾക്ക് അറിയോ ഈ സ്ഥലമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല സ്ഥലപ്പേര്, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അങ്ങോട്ട് പറയില്ല. അതുകൊണ്ട് ഇത് ഏതോ മനോഹരമായ പാലം ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കണം കണ്ടപ്പോഴത്തേക്ക് ആവശ്യം പയ്യെ പോവാണ്. അങ്ങനെയെങ്കിൽ അവൾ ആ പാലത്തിൽ കൂടി ആ വെള്ളത്തിൻ്റെ വീഡിയോ ഇങ്ങോട്ട് എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. ഇത് കണ്ടോ 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 മനോഹരമായ കാഴ്ച ഗായ്സ്. അത് സന്ധ്യ സമയം ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഞാൻ പിന്നെ ഇറക്കം അങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ കൂടുതൽ വർത്തമാനം പറയരുതല്ലോ. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോവും നമ്മൾ. അങ്ങനെ ഷോർട്ട് കട്ടായ വഴികളിലൂടെ നമ്മൾ വന്നിട്ട് മെയിൻ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എത്താൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കൊച്ചുപള്ളി ആ ഭാഗത്തേക്കാണെന്ന് തോന്നുന്നു. കാരണം എനിക്ക് കൊച്ചുപള്ളി അറിയാം. അപ്പോൾ അത് തന്നെ കൊച്ചുപള്ളി. അപ്പോൾ കൊച്ചുപള്ളിയിലുള്ള പമ്പ്, പിന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ കൊച്ചുപള്ളി ഇപ്പുറത്തെ സൈഡായിട്ട് ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. കൊച്ചുപള്ളി ഉണ്ട്, ഒരു പള്ളിയുണ്ട്. അപ്പോൾ ആർക്കൊക്കെ അതറിയാമെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ആ കൊച്ചുപള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല. പിന്നെ അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നടക്കാവ് വന്നു, പിന്നെ പുതിയ കാവ് വന്നു, ഓലം വന്നു, കാളം വന്നു എന്നൊക്കെ പറയണ പോലെ അങ്ങനെ പല സ്ഥലങ്ങളും വന്നു. അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ കുറേ സ്ഥലങ്ങൾ പോയായിരുന്നു. ഉദയംപേരൂർ എന്നൊക്കെ പറയണ ഇതൊക്കെ സ്ഥലമുണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പറയുന്നില്ല. പിന്നെ പുതിയകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഇടക്കിടക്കായിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവാറുണ്ട് കേട്ടോ. അതേ രക്തരക്ഷസ് എന്ന് പറയുന്ന സംഭവത്തിനുള്ള റെഡിയാക്കിക്കൊണ്ടിരിക്കണതാണ് അവിടെ. എന്തോ ഹെവി സംഭവം വരാൻ പോണെന്നാണ് എനിക്ക് തോന്നുന്നത്, രക്തരക്ഷസ് എന്ന് പറയുന്ന സംഭവമേ. അങ്ങനെ നമ്മൾ അധികം വൈകാണ്ട് തൃപ്പൂണിത്തുറ സ്റ്റാൻഡ് എത്തി. ആ വഴി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഈ വഴിയാണ് കേട്ടോ വരാറ്. അതുകൊണ്ട് തൃപ്പൂണിത്തുറ സ്റ്റാൻഡൊക്കെ ഗായത്രിക്ക് അറിയാം. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ പല കടകളും ഉണ്ട്. എന്തും വേണമെങ്കിൽ മേടിക്കാം, പൈസ മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ കുറേ കടകളുണ്ട്. തുണിക്കടയുണ്ട്, ഫ്രൂട്ട്സ് കടയുണ്ട്. അങ്ങനെ ഇതാ കണ്ട തുണിക്കടകൾ, എന്ത് നല്ല കളക്ഷൻസ് ആണെന്നറിയോ. അങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ ഫ്രൂട്ട്സ് കട, ബാഗ് കട. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ, അപ്പോൾ ബാഗ് കടയൊക്കെ കാണും. പിന്നെ തൃപ്പൂണിത്തുറ അതേ സ്റ്റാച്ചു. അങ്ങനെ സ്റ്റാച്ചു കഴിഞ്ഞ് കുറച്ച് ഉള്ളിലോട്ട് പോകുമ്പോൾ തന്നെയാണ് കേട്ടോ ഈ ക്ലിനിക്ക്. ഭാഗ്യത്തിന് അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടിയൊക്കെ വന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് റീൽസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടൊക്കെ ഇരുന്നു. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ലുക്കൊക്കെ? എങ്ങനെയുണ്ട്? സുന്ദരികളല്ലേ? പറയൂ ടിഷ്. പിന്നെ ക്ലിനിക്കിൽ എത്തിയപ്പോഴത്തേക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം യുവക്കുട്ടിയുടെ മോണ അവിടെ വീർത്ത് വന്നതല്ലേ. അപ്പോൾ എന്താവും ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും ഓയിൽമെൻ്റൊക്കെ തേക്കുമായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയാൻ പോണെന്ന് നമുക്ക് അറിയില്ലല്ലോ. പിന്നെ വീട്ടിലൊക്കെ വെച്ചിട്ട് ഇന്നലെ ഉച്ച വരെ അവക്കടെ മോണയിൽ കേടായ പല്ലിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു കൊമള ഉണ്ടായിരുന്നിട്ടാ. പക്ഷെ ഇവിടെ വന്ന് ഞങ്ങൾ വെട്ടടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇല്ല.
അപ്പം എന്ത് ചെയ്തു, നല്ല ഡോക്ടറിനോട് പറഞ്ഞേക്കാം, എന്തായാലും വന്നതല്ലേ, പറയാണ്ടിരിക്കരുത്, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കൊണ്ടുവരാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അങ്ങനെ ഡോക്ടറിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ ഡോക്ടറിനെയൊക്കെ കണ്ടു, ഞങ്ങൾക്ക് ഹാപ്പിയായി, പ്രത്യേകിച്ച് പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞു. മരുന്നൊക്കെ തന്നിട്ടുണ്ട് സിറപ്പായിട്ട്, അത് കഴിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഇതേ പൊരിഞ്ഞ മഴ. കുടയുണ്ട്, പക്ഷെ അത് ഓട്ടോയിലായിരുന്നു, കയ്യിലെടുത്തില്ലായിരുന്നു. അത് ആ അറ്റത്താണ് ഓട്ടോ കിടക്കണത്, അവിടെ അറ്റത്ത്, അങ്ങേ അറ്റത്ത് അവിടെയാണോ ഓട്ടോ കിടന്നേച്ചത്. ഞാൻ വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് കേട്ടാം, കണ്ടാ, അവിടെയാണ് ഓട്ടോ കിടക്കണത്. ഈ മഴ നനഞ്ഞ് പോയി ഓടി എടുക്കണം, വേറെ ആരും എടുക്കൂല, അതുകൊണ്ട് ഞാൻ തന്നെ പോയി എടുക്കണം. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ മഴയുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഞാൻ തന്നെ അങ്ങോട്ട് നടന്ന് പോയി, മഴ നനഞ്ഞ് കുടയെടുത്ത് വന്ന് ഈ 3 കൊണ്ട് ഞാൻ കുടയെ കയറ്റി കൊണ്ടുപോയി, ഒറ്റയെ കയറ്റി. പിന്നെ ഹോസ്പിറ്റലിൽ വരുന്നത് വരെ എൻ്റെ മനസ്സിൽ തോന്നിയില്ലായിരുന്നു ഔസേപ്പിതാവിൻ്റെ പള്ളിയിലോട്ടൊന്ന് കയറണം എന്നുള്ളത്. പള്ളിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറി ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊന്നും തോന്നിയില്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഈ ഔസേപ്പിതാവ് നമ്മളെ അങ്ങോട്ടേക്ക് വിളിക്കണതായിട്ട് എനിക്ക് തോന്നി. എൻ്റെ മനസ്സിലൊരു തോന്നൽ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ പോയാലോ, എന്തായാലും ഇവിടത്തോളം വന്നതല്ലേ എന്ന് വെച്ചിട്ട് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഔസേപ്പിതാവിനെയും കയറി കണ്ടു, സന്തോഷമായി. അങ്ങനെ മനസ്സിൽ തോന്നിയ വന്ന് കാണൂ കേട്ടോ, കാരണം പുള്ളിക്കാരൻ നമ്മളെ വിളിക്കണേണ്, വാ വാ വന്ന് കാണണേ എന്നും പറഞ്ഞ്. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള സകല സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ, പിന്നെ സന്തോഷത്തിനുള്ള നന്ദി, നമുക്ക് എന്തെങ്കിലും കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള നന്ദിയൊക്കെ നമ്മൾ പറയണമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ഔസേപ്പിതാവിനോട് മനസ്സ് തുറന്ന് കുറച്ച് നേരം അവിടെ നിന്ന്, മഴ പൊടിയനൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും അവിടെ നിന്ന് നന്നായിട്ടൊന്ന് മനസ്സ് തുറന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. എനിക്കെന്താണെന്നറിയില്ല, ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിൽ ഔസേപ്പിതാവിനോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എനിക്കതൊക്കെ സാധിച്ചു തന്നിട്ടുള്ള ഒരാളാണ് ആയി നിൽക്കണത്. അപ്പോൾ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. കൂടുതൽ വർത്തമാനം പറഞ്ഞ് വിഷമിക്കുന്നില്ല. ഒരു അടിപൊളി അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിശ്വസിക്കില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ വടക്കേക്കോട്ടയിലുള്ള ഔസേപ്പിതാവിൻ്റെ പള്ളിയിൽ നിന്നും നേരെ തൃപ്പൂണിത്തുറയിലെത്തിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഹോസ്പിറ്റലിലെ ഗവൺമെൻറ്, ആ ഹോസ്പിറ്റലിൻ്റെ മുമ്പിലും ആ സൈഡിലൊക്കെ ആയിട്ട് കുറേ മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇവക്കുട്ടിക്ക് സിറപ്പൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ഡോക്ടർ, അപ്പോൾ അത് മേടിക്കാനായിട്ട് വന്നേക്കാണ്. അങ്ങനെ തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് കേട്ടോ ഞാൻ പൊന്നൂസിനെ പ്രസവിച്ചത്. അവിടെ അപ്പോൾ കൊറോണ ടൈമായിരുന്നു, ഭയങ്കര കൊറോണ ടൈം, മാസ്കൊക്കെ വെക്കേണ്ട ടൈമായിരുന്നു. ഇവക്കുട്ടിനെ പ്രസവിച്ചതോ വെള്ളപ്പൊക്കമില്ലേ, മറ്റേ ഒടുക്കത്തെ വെള്ളപ്പൊക്കം വന്ന സമയം, ആ ടൈമിലാണ് ഇവക്കുട്ടിനെ എറണാകുളം ഗവൺമെൻറ്റിൽ വെച്ച് പ്രസവിച്ചത്. പിന്നെ ഞങ്ങളുടെ കല്യാണ ടൈമിലാണെങ്കിലും മറ്റേ നോട്ട് മാറിയ ടൈമായിരുന്നു. പിന്നെ അന്ന് കല്യാണത്തിൻ്റെ ദിവസം ഹർത്താലും ആയിരുന്നു. അങ്ങനെ ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഞാൻ ബിരിയാണി കട എത്തിയപ്പോഴത്തേക്കും അന്താളിച്ച് പോയി ഗൈസ്. ആഴ്ച ബിരിയാണി കടയുടെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കയറി കഴിക്കാനൊന്നും അല്ല, പാർസൽ മേടിക്കാനായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ biryani.com നിന്ന് ഞങ്ങൾ കുറേ നാൾ കൂടി ബിരിയാണി മേടിച്ചു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ബിരിയാണി മേടിച്ചിട്ട് നേരെ പോവാണ്. അതെവിടെയാണെന്നുള്ളത് അവിടെ എത്തിയിട്ട് ഇനി കടുത്തരാം കേട്ടോ. കുറേ പച്ചക്കറികൾ കണ്ടോ, ഫ്രഷ് പച്ചക്കറികൾ കണ്ടപ്പോഴത്തേക്കും അവിടെ ഒന്ന് ചവിട്ടാൻ ഞാൻ പറഞ്ഞു. പച്ചക്കറി കടക്കിട്ട് ചവിട്ടാനല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, വണ്ടി ഒന്ന് ചവിട്ടാൻ പറയില്ലേ, ആ രീതി ഞാൻ പറഞ്ഞ കേട്ടോ. എൻ്റെ പൊന്നോ, ഇത് പുതിയ കാവിലുള്ള ഒരു റോഡ് സൈഡിലുള്ളൊരു കടയാണ് കേട്ടോ, പച്ചക്കറി കട. പുതിയ കാവിൻ്റെ അവിടെയാണ്. അങ്ങനെ ഞങ്ങൾ പച്ചക്കറിയൊക്കെ മേടിച്ചു നേരെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ അധികം വൈകാണ്ട് വീട്ടിലെത്തി. പിന്നെ അങ്ങോട്ട് ബിരിയാണി കഴിക്കാനായിട്ട് ഇരുന്നു. 2 ബിരിയാണിയാണ് കേട്ടോ മേടിച്ചത്, ചിക്കൻ ബിരിയാണി. അപ്പോൾ ഒരെണ്ണം അപ്പയും പൊന്നൂസും കൂടി കഴിക്കും, ഒരെണ്ണം ഞാനും ഇവക്കുട്ടിയും കൂടി ഷെയർ ചെയ്ത് കഴിക്കും. അങ്ങനെയാണ്. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നല്ല ഇടിവെട്ടും മഴയൊക്കെ ആയിരുന്നിട്ടാ. പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ കഴിച്ച് നേരത്തെ തന്നെ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. ഇതൊക്കെയാണ് ഇന്നലെ വൈകുന്നേരത്തെ വിശേഷങ്ങൾ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.